ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് റെഡിമെയ്ഡ് നെക്ക് എങ്ങനെ വെക്കാമെന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറയാൻ വേണ്ടിയാണ്. അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ ഈ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നെക്കിൻ്റെ മാത്രം ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഇടാമെന്ന് വെച്ച് വന്നതാണ്. അപ്പോൾ നേരത്തെ കണ്ടിട്ടുള്ളവരൊന്ന് സ്കിപ്പ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇതുപോലെ ഫ്രണ്ട് പാർട്ട് കുർത്തിയുടെ നമ്മൾ വെട്ടി കഴിഞ്ഞിട്ട് നെക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. അപ്പം നല്ല വശങ്ങൾ നെക്കിൻ്റെയും കുർത്തിയുടെയും നമ്മൾ താഴത്തേക്കാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് സെൻറ്ററുകളൊന്ന് കണ്ടുപിടിച്ചിട്ട് ഒരുപോലെ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ആ നെക്കിൻ്റെ ആ സെയിം അടയാളത്തിൽ കൂടി തന്നെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്യാം. അതിനുശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത്തിരി തയ്യൽ തുമ്പ് ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം നെക്കിലോട്ട് പോവാണ്ട് സെയിം അടയാളത്തിൽ കൂടി തന്നെ നമുക്കിതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ചെറിയ കട്ടുകൾ ഇട്ട് കൊടുക്കുക കേട്ടോ. സൈഡിൽ ആ തയ്യൽ തുമ്പിൽ തന്നെ ചെറിയ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് മറിച്ചിടണം. മറിച്ച് വിടുമ്പോൾ നമുക്ക് രണ്ട് വശങ്ങളും നല്ല വശങ്ങൾ രണ്ടും നമ്മുടെ നേരെ വരും. എന്നിട്ട് നമുക്കിതുപോലെ ഒന്ന് നെക്കൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുക. നേരെ ഒന്ന് ഒരേപോലെയൊക്കെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് നെക്കിൻ്റെ സൈഡിൽ കൂടി ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഒന്ന് പതിച്ചടിച്ച് കൊടുക്കുക. അപ്പോൾ ഈ നെക്ക് ഉണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് നല്ലൊരു ഗ്രാൻഡ് ലുക്ക് തരും. പ്ലെയിൻ ആയിട്ടുള്ള കുർത്തികളായാലും കുറച്ചും കൂടി ഗ്രാൻഡായിട്ടുള്ള ലുക്ക് തരാൻ റെഡിമെയ്ഡ് നെക്കുകളൊക്കെ നല്ലതാണ്. അപ്പോൾ ഒരു 50 രൂപ റേറ്റൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ നെക്കുകൾക്ക്. അപ്പോൾ നമുക്ക് വാങ്ങിച്ച് 2-3 വെക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് മെറ്റീരിയൽ വാങ്ങിച്ചിട്ട് നെക്കും കൂടി വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് ആ പ്ലെയിൻ മെറ്റീരിയൽ ഇത്രയും കൂടി ഒന്ന് ഭംഗിയിലാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു നെക്ക് ഞാനൊന്ന് ഈ മെറ്റീരിയൽ കിട്ടിയപ്പോൾ ഒന്ന് വെച്ച് നോക്കിയതാണ്. അപ്പോൾ എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ പ്ലെയിൻ ഒരു നൈറ്റി മെറ്റീരിയലായിരുന്നു. ഇതും കൂടി ഇട്ട് കഴിഞ്ഞപ്പോൾ നല്ലൊരു ടോപ്പായിട്ട്, നല്ലൊരു ഭംഗിയുള്ളൊരു ടോപ്പായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫൈനൽ ലുക്ക് ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ നമ്മളപ്പോൾ ഇതുപോലെ സൈഡിൽ കൂടി ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് ചെയ്യാനുള്ളത് ഈ നെക്കിൻ്റെ സൈഡ് എല്ലാം ഒന്ന് മടക്കി അടിച്ചിട്ട് നമുക്ക് ഈ കുർത്തിയിലോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അത്രയേ ഉള്ളൂ. അപ്പം മൊട്ട് സൂചിയൊക്കെ കുത്തിയിട്ട് നിങ്ങളൊന്ന് കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ അധികം വളഞ്ഞും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാണ്ട് നെക്ക് നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടും. അപ്പോൾ നമ്മൾ നെക്ക് അടിച്ച് കഴിഞ്ഞിട്ട് ഒന്ന് മടക്കി അടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുർത്തിയിലോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയേ നമ്മൾ ചെയ്യുന്നുള്ളൂ കേട്ടോ.